guys, it's me, Psycho Boy. ഹെയർ ഫാൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഈസി ആയിട്ടുള്ള 3 സൊല്യൂഷൻസിനെ പറ്റി അറിയാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹെയർ ഫോൾ എന്ന കണ്ടീഷൻ എല്ലാവർക്കും വരാം. ചിലർക്ക് അതിന്റെ എമൗണ്ട് കൂടുതലായിരിക്കാം. അതിന് കാരണം അവരുടെ ലൈഫ് സ്റ്റൈലാണ്. അങ്ങനെയുള്ളവർ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം ഹെയർ ഫോളിന്റെ എക്സ്പീരിയൻസ് എത്രത്തോളമാണെന്ന്. അപ്പം നമുക്ക് ആദ്യം തന്നെ പറയാം, ഹെയർ ഫോൾ തുടങ്ങുന്നത് ഡാൻഡ്രഫിൽ നിന്നാണ്. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് തലയിലെ സ്കിൻ ഇളകുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രോസസ്സിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ടാണ് പിന്നെ പോകുന്നത്. ഈ ഡാൻഡ്രഫിനോടൊപ്പം തന്നെ ഹെയറും ഇളകി വരാൻ തുടങ്ങും. അതാണ് സ്റ്റേജ് 2. ആ സ്റ്റേജ് 2 കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജ് 3 കിടക്കുമ്പോൾ നമ്മളുടെ മുടി നല്ല രീതിയിൽ കൊഴിഞ്ഞിരിക്കും. അപ്പൊ ഇത് എങ്ങനെ തടയാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 3 വഴികളുണ്ട് ഈ ഹെയർ ഫാൾ തടയാൻ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ പ്രോഡക്റ്റ് ആണെങ്കിലും, അതിപ്പോ ഷാമ്പു ആയിക്കോട്ടെ, ഹെയർ ക്രീം ആയിക്കോട്ടെ, ഹെയർ കണ്ടീഷണർ ആയിക്കോട്ടെ, അതിൽ ഈ 4 കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോഡിയം ലൂതറേറ്റ് സൾഫേറ്റ്, അമോണിയം ലൂതറേറ്റ് സൾഫേറ്റ്, പീബീൻസ്, പിന്നെ ആൽക്കഹോൾ. ഈ 4 കെമിക്കൽ എലിമെന്റ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങളുടെ മുടി അധികം വൈകാതെ കൊഴിഞ്ഞിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 4 കെമിക്കൽസ് നമ്മളുടെ മുടിയുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ റിയാക്ട് ചെയ്യാനുള്ള പവർ നമ്മളുടെ മുടിക്കില്ല. അങ്ങനെ ആകുമ്പോൾ മുടി കുറച്ച് താമസിയാതെ അങ്ങ് പൊഴിയാൻ തുടങ്ങും. അങ്ങനെ പൊഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ യൂസേജ് വീണ്ടും കൂട്ടിയാൽ നല്ല രീതിക്ക് വീണ്ടും കൊഴിയും. അപ്പോൾ മാക്സിമം ഈ 4 കെമിക്കൽസ് നിങ്ങളുടെ ഹെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ഇതൊന്നും അടങ്ങാത്ത ഹെയർ ഷാമ്പുവോ ഹെയർ ക്രീമോ ഒക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സൊല്യൂഷനാണ്, നിങ്ങളുടെ വീട്ടിൽ പാരച്യൂട്ട് ഓയിലോ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയോ ഉണ്ടെങ്കിൽ അതൊരു 5 ടേബിൾ സ്പൂൺ ഒരു സ്റ്റീൽ ബൗളിൽ എടുക്കുക. അതൊന്ന് ചൂടാക്കാൻ വെക്കുക. ചൂടാക്കി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 3-4 കറിവേപ്പില അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ ഓയിലിന്റെ കളർ ഒരു ഗോൾഡൻ യെല്ലോയിഷ് കളറാകും. ആ കളർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ വാങ്ങി വെക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു വിറ്റാമിൻ ടാബ്ലറ്റ് ആയ ഇബിയോൺ 400 എന്ന ടാബ്ലറ്റ് 1-2 നിങ്ങളുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് ആഡ് ആക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 5 മിനിറ്റ് കൊണ്ടൊന്നും മസാജ് ചെയ്താൽ ഇത് തലയിൽ പിടിക്കത്തില്ല. ഒരു 10-15 മിനിറ്റെങ്കിലും നല്ല രീതിക്ക് മസാജ് ചെയ്യുക. ആഴ്ചയിൽ 3-4 ദിവസം ഈ ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. എങ്കിലേ അത് നല്ല രീതിക്ക് തലയിൽ പിടിക്കത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നനഞ്ഞ മുടി മാക്സിമം കെട്ടിവെക്കാതിരിക്കുക. അത് ഡാൻഡ്രഫ് കൂട്ടാൻ ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ സൊല്യൂഷനാണ് ഹെയർ ഡ്രയർ, ഹെയർ സ്ട്രൈറ്റനർ എന്നിവ ഉപയോഗിക്കാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹെയറും അതുപോലെ തന്നെ സ്കിൻ സെൽസും വളരെ സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് അടിക്കുമ്പോൾ, അത് എക്യുപ്മെന്റ്സിൽ നിന്ന് ഹീറ്റ് അടിക്കുമ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളുടെ മുടിക്കില്ല. അതുകൊണ്ട് തന്നെ ചിലർക്ക് മുടി കൊഴിച്ച് നല്ല രീതിക്ക് വരാം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് താഴെ കമന്റ് ബോക്സിൽ ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ മാറത്തില്ല. മാക്സിമം ഒരു 1.5 മാസമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് പറയുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ഇറ്റ്സ് മീ സൈക്കോ ബോയ് സൈനിങ് ഓഫ്. ഓക്കെ, ബൈ.